ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മെഷീനിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എവിടെയൊക്കെയാണ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മെഷീൻ ഓയിൽ. ഈ ഓയിലിന് പകരം ചില ആളുകൾ എണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ മെഷീൻ പെട്ടെന്ന് തന്നെ റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെഷീൻ ഓയിൽ തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണം. ആദ്യം തന്നെ നൂലും ബോബിൻ കേസും മെഷീനിൽ നിന്ന് ഊരിയെടുക്കാം. എന്നിട്ട് മെഷീൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഓയിൽ ചെയ്ത് തുടങ്ങാം. മെഷീനിൽ തന്നെ ചില മെഷീനിൽ മാത്രമേ ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ ഓയിൽ എന്ന് എഴുതിയിട്ടുള്ള ഹോൾസുകളിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹാൻഡ് വീൽ കറക്കുകയാണെങ്കിൽ ഓയിൽ ഉള്ളിലേക്ക് പോയി എല്ലാ ഭാഗത്തും സ്പ്രെഡായി കിട്ടും. 2-3 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഹോൾസുകളിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മെഷീൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഒരു പ്ലേറ്റ് കാണാം. ആ പ്ലേറ്റ് ലൂസാക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഹാൻഡ് വീൽ ഒന്ന് കറക്കുകയാണെങ്കിൽ അതിനുള്ളിലെ മൂവ് ചെയ്യുന്ന ഭാഗങ്ങൾ കാണാൻ കഴിയും. കറക്കുമ്പോൾ മൂവ് ചെയ്യുന്ന ഭാഗത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മെഷീൻ ഒന്ന് ഉയർത്തി വച്ചതിന് ശേഷം ഓയിൽ ചെയ്ത് കൊടുക്കാം. ഹാൻഡ് വീൽ ഒന്ന് കറക്കുകയാണെങ്കിൽ മൂവ് ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഭാഗത്ത് നമുക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ക്രൂകളിലും ജോയിൻസിലും ഹോൾസുകളിലും ഓയിൽ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. തുരുമ്പ് പിടിക്കാതെ നിൽക്കും. മെഷീൻ മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ വൃത്തിയാക്കി ഓയിൽ ചെയ്യുന്നത് നല്ലതാണ്. മെഷീൻ്റെ മൂവ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളിലും ഓയിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഒരു പഴയ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാം. പുതിയ തുണിയിൽ സ്റ്റിച്ച് ചെയ്യരുത്. ഓയിൽ അപ്ലൈ ചെയ്ത ഭാഗത്ത് നിന്ന് ഓയിൽ താഴേക്ക് വന്ന് തുണിയിലാവും. ഇനി നന്നായി മെഷീൻ തുടച്ച് പുതിയ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ സാധാരണ മെഷീനിൽ ഓയിൽ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.